അസാധാരണ നീക്കങ്ങൾക്കാണ് ഇന്ന് പാർലമെന്റ് വേദിയായത്. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ 118 എംപിമാർ ഒപ്പിട്ട അവിശ്വാസ നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് പ്രതിപക്ഷം കൈമാറി. തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇതാദ്യമായാണ് NDA ഭരണകാലത്ത് ഇങ്ങനെ സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ സ്പീക്കർക്കെതിരെ ഇങ്ങനെ എംപിമാർ ഒപ്പിട്ട ഒരു നോട്ടീസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. പക്ഷേ തൃണമൂൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ ഒപ്പിട്ട് കാണുന്നുമില്ല. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ അസാധാരണ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭയിൽ ഉണ്ടാവുന്നത്. ഇന്ന് ഓം ബിർളയെ പുറത്താക്കണം, അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ന് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. ലോക്സഭയുടെ ചരിത്രത്തിൽ ഇത് 4ാമത്തെ നീക്കമാണ്. NDA ഭരണകാലത്തെ ആദ്യത്തെ നീക്കവുമെന്ന പ്രത്യേകതയുമുണ്ട്. 118 പ്രതിപക്ഷ എംപിമാരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒപ്പുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത് ചർച്ചയ്ക്കെടുക്കുന്ന വേളയിൽ അവരുടെ പിന്തുണ ഉണ്ടാകുമോ, അവരെന്ത് നിലപാടെടുക്കുമെന്നത് പ്രസക്തമാണ്. എന്തായാലും സഭാ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായ സഭാ സമരമാണ് നടന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു സർക്കാർ, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഭാഗത്ത് അത്ര നീക്കമുണ്ടാകുന്നു എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിച്ചത്. ഇതാണ് പിന്നീടുണ്ടായ സ്തംഭനങ്ങൾക്കെല്ലാം കാരണമായതും. ഈ സ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടി പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും അതൊന്നും ഒരു അനുരഞ്ജനത്തിലേക്ക് പോയില്ല. എന്തായാലും ഇന്ന് പക്ഷേ ഒരു നീക്കമുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബജറ്റ് ചർച്ചകൾക്ക് തുടക്കമായത്. പ്രതിപക്ഷത്തു നിന്നും ശശി തരൂരാണ് ആദ്യം തന്നെ സംസാരിച്ച് തുടക്കമിട്ടത്. അദ്ദേഹം ആവട്ടെ ബജറ്റിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് നടത്തിയത്. അതിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബജറ്റ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ എയിംസ് അടക്കമുള്ള ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞിരിക്കുന്ന നിൽക്കുന്ന ബജറ്റിനെതിരായ രൂക്ഷ വിമർശനങ്ങളും ഇക്കാര്യത്തിൽ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തരൂർ ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും എന്നതും ഇന്നത്തെ പാർലമെൻറ്റ് നീക്കങ്ങളിൽ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ നോട്ടീസ് വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിലൊരു പ്രതിപക്ഷ ഐക്യം പ്രകടമാകുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. അതേസമയം പാർലമെൻറ്റിലെ നടന്ന ഈ നാടകീയ നീക്കങ്ങളിൽ സർക്കാരും ഒരു കരുതൽ നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെയും മറ്റും വനിതാ എംപിമാർ പ്രധാനമന്ത്രിയെ തടഞ്ഞു നിൽക്കാൻ ബോധപൂർവമായ ചില നീക്കങ്ങൾ നടത്തി. ഈ പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കേണ്ടിയിരുന്ന ദിവസം അന്ന് കോൺഗ്രസ് എംപിമാരുടെ നീക്കം, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ ഇപ്പോഴും നിരവധി നാടകീയ നിമിഷങ്ങൾക്കും സാധ്യതയുണ്ട്. നാളത്തെ ദിവസവും നിർണായകമാണ്. ശരി, TG സജിത്താണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.